ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ നമുക്ക് എം എം സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്രൂവ് ചെയ്താൽ മതി. സിമ്പിളി നമ്മൾ ആദ്യം എടുക്കുന്നത് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വേണേ സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കോ ഇങ്ങനെ, എ സി കെ പ്ലസ് ബി ടാൻ എ ഹോൾ സ്ക്വയർ അല്ലേ? ആണോ? ആണ്. എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ടാൻ എ പ്ലസ് ബി സി കെ ദ ഹോൾ സ്ക്വയർ ആണോ? ആണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? ആ ഇതിനെ വേണേ എക്സ്പാൻഡ് ചെയ്തോ, ഇവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്തോ സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എന്താ? ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? ആ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് എന്താണ്? ബി സ്ക്വയർ ആണോ? ആണല്ലോ. ഓക്കെ, ഇവിടെ എന്താ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ? എ ടാൻ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ടാൻ എ ഇൻറ്റു ബി സി കെ പ്ലസ് ബി സി കെ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി അതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സെക്കൻഡ്, കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. അവിടെ വെച്ച് തന്നെ വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എവിടെ? അവിടെ വെച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഫൈനലി നിങ്ങൾ ഇതിനകത്ത് എടുത്ത് എഴുതിയാലും മതി. ഇവിടെ നോക്കിയോ, ഇവിടെ വീണ്ടും ഇതിനെ വേണമെങ്കിൽ എങ്ങനെ ആക്കാം? ഇതിനെ വേണമെങ്കിൽ എങ്ങനെ ആക്കാം? എ സ്ക്വയർ സി സ്ക്വയർ എ പ്ലസ് 2 എ സി കെ ബി ടാൻ എ പ്ലസ് എന്താ? ബി സ്ക്വയർ ടാൻ സ്ക്വയർ എ. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ എന്താ? എ സ്ക്വയർ ടാൻ സ്ക്വയർ എ പ്ലസ് എന്താ? 2a ടാൻ എ ബി സി കെ പ്ലസ് എന്താ? ബി സ്ക്വയർ സി കെ ആണല്ലോ. ഇത് നിങ്ങൾ നോക്കിയാൽ ഇത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൈനസ് ചെയ്ത് വെച്ചാൽ പോരെ? അല്ല, കട്ട് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിയോ, ഇതിനെ നമുക്ക് ഇത് ഓക്കെ ആണല്ലോ. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടിടുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടിടുന്നു. നടുക്ക് ഒരു എന്ത് വരുന്നു? എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. എം സ്ക്വയർ മൈനസ് വരുന്നതുകൊണ്ട് തന്നെ അടുത്ത് എന്താക്കണം? ഇത്രയും ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് വേണം എഴുതാൻ. എന്നിട്ട് സൈൻ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എന്താ? എ സ്ക്വയർ സി സ്ക്വയർ എ പ്ലസ് എന്താ? 2a സി കെ ബി ടാൻ എ പ്ലസ് എന്താ? ബി സ്ക്വയർ ടാൻ സ്ക്വയർ എ മൈനസ് ഇവിടെ എന്താ? എ സ്ക്വയർ ടാൻ സ്ക്വയർ എ മൈനസ് 2a ടാൻ എ. ബ്രാക്കറ്റ് ഇടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ തവണ പഠിപ്പിച്ചതാണ്. മൈനസ് കഴിഞ്ഞിട്ട് ഒന്നിന് കൂടുതൽ ടേം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിനെ ബ്രാക്കറ്റ് എഴുതിട്ട് അതിനെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ എഴുതാം. സൈൻ മാറ്റി. ബി സിക്ക് എ എന്താണ്? മൈനസ് ബി സ്ക്വയർ സി കെ ആണല്ലോ. ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാനുണ്ടോ? 2a സി കെ ബി ടാൻ എ അത് തിരിച്ചു മറിച്ച് എങ്ങനെ വന്നാലും കുഴപ്പമില്ല, കാരണം എല്ലാം ഇൻഡു അല്ലേ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ബാക്കി എന്താ വരിക? എ സ്ക്വയർ സി സ്ക്വയർ എ പ്ലസ് ബി സ്ക്വയർ ടാൻ സ്ക്വയർ എ മൈനസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ എ മൈനസ് എന്താ? ബി സ്ക്വയർ സി സ്ക്വയർ എ ആണോ? ആണ്. ഞാനിവിടെ സീക്കും ടാനും ഒരുമിച്ച് എഴുതാൻ പോവാണേ. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്താ? എ സ്ക്വയർ സി സ്ക്വയർ എ. ഞാൻ ഒരുമിച്ച് ഇതാണ് ഇവിടെ നോക്കി. എ സ്ക്വയർ ഒരുമിച്ച് എഴുതാൻ പോകും. ഫൈനൽ എന്തായിരുന്നു വരേണ്ടത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ നോക്കിയേ, എ സ്ക്വയർ സി സ്ക്വയർ എ മൈനസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ എ ഒരുമിച്ച് എഴുതും പ്ലസ് ബി സ്ക്വയർ ടാൻ സ്ക്വയർ എ മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് അറേഞ്ച് ചെയ്തിരുന്നു. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? സി സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. സി സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ എന്താ? 1 ആണല്ലോ. ഞാൻ ഇവിടെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഈ മൈനസ് ബി സ്ക്വയർ ഞാൻ ഫ്രണ്ടിൽ, സി സ്ക്വയർ ഫ്രണ്ടിലോട്ട് എഴുതുകയാണ്. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് എഴുതുക. ഇത് നോക്കി, മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ ആദ്യം എഴുതുന്നു.
ഇവിടെ, അതായത് ഈ പ്ലസ് രണ്ടാമതാക്കുന്നു. അതായത് നോക്കിയോളൂ, മൈനസ് ബി സ്ക്വയർ സീക്സ് സ്ക്വയറെ ആദ്യം എഴുതുന്നു, പ്ലസ് എന്താണ്, പ്ലസ് എന്താണ്, അല്ല സോറി മൈനസ്, മൈനസ് എന്താണ്, പ്ലസ് തന്നെ വരും. എല്ലാം കുഴപ്പമില്ല, എല്ലാം കുഴപ്പമില്ല, നമ്മൾ അതുപോലെ തന്നെ എഴുതിട്ട് ഇവിടെ ഞാനത് മൈനസ് കോമൺ എടുത്ത് മാറ്റി തരാം. ഇവിടെ എങ്ങനെ നമ്മൾ എഴുതിയത്, ബി സ്ക്വയർ ടാൻ സ്ക്വയർ എ മൈനസ് ബി സ്ക്വയർ സീക് സ്ക്വയർ എ. ഓക്കെ ആണല്ലോ. ഇവിടെ ഞാൻ എടുക്കുമ്പോൾ എന്താ, പ്ലസ് ബി സ്ക്വയർ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ, ടാൻ സ്ക്വയർ എ മൈനസ് സീക് സ്ക്വയർ എ ആണല്ലോ. ഓക്കെ, വീണ്ടും നമുക്കറിയാം എ സ്ക്വയർ കോമൺ എടുത്തല്ലോ, അവിടെ ബി സ്ക്വയർ ഇവിടെ ബി സ്ക്വയർ, ഇവിടെ സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 1 അല്ലേ. എടാ ഇതൊരു ടേം ഇതൊരു ടേം, ഇതിനകത്തുനിന്ന് ബി സ്ക്വയർ കോമൺ എടുക്കുക. ഓക്കെ, ഇതെന്താണ് 2x മൈനസ് 4, എന്തോ നീ ചെയ്യുന്നത്, എന്തുവാ 2 കോമൺ എടുത്തിട്ട് x മൈനസ് 4 എന്നല്ലേ, അപ്പൊ നീ x മൈനസ് 2 എന്നല്ലേ എഴുതുന്നേ, അപ്പൊ നീ അവിടെ മൈനസ് അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെയ്യുമോ? ഇതൊക്കെ എപ്പോഴും ചെയ്താന്നറിയത്, അവിടെ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു ട്രിക്കാ നോക്കുന്നത്, ഇവിടെ നോക്കിയോ, ഇവിടെ ഇത് ടാൻ സ്ക്വയർ മൈനസ് സീക് സ്ക്വയർ, നമുക്ക് സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എഴുതിയാലേ 1 കിട്ടും. ആ ഈ മൈനസ് ഇവിടെ നിന്ന് കോമൺ എടുത്താൽ, മൈനസ് കോമൺ എടുത്ത് പുറത്തിടുമ്പോൾ ഈ ബി സ്ക്വയറിന്റെ ഫ്രണ്ടിൽ എന്തായിട്ട് മാറും അറിയാം, മൈനസ്. അപ്പൊ എന്താവും, മൈനസ് ബി സ്ക്വയർ, ഇതിനെ നേരെ തിരിച്ചെഴുതുക, സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ, എന്നിട്ട് നമുക്കറിയാം ഇത് 1 ആവും. അപ്പൊ എന്താ, എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ബി സ്ക്വയർ ഇൻറ്റു 1